ഗൈസ്, നമ്മുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മൾ അമ്മമ്മയുടെ വീട്ടില് കൃഷി കാണാനുള്ള ആഗ്രഹമുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ വന്നേക്കുവാണ്. പിന്നെ ചില ഔഷധ ചെടികളും ഇവിടെ ഉണ്ട്. അതൊക്കെ അമ്മാമ്മയുടെ ഐഡിയ വെച്ച് അമ്മാമ്മ നട്ട് പിടിപ്പിച്ചേക്കണെയാണ്. അപ്പൊ ഗൈസ് നമ്മളിത് പറിക്കാൻ പോവാ. വെക്കേഷനൊക്കെ അല്ലേ, നമുക്ക് എല്ലായിടത്തും പോയി എൻജോയ് ആക്കി. അപ്പൊ ഗൈസ് നമുക്ക് ആ പാവയ്ക്കൂട്ടം കിട്ടി, നമ്മളിത് പറിച്ചെടുത്തു. ഇതാണ് ഞങ്ങളുടെ അമ്മാമ്മ. ഇത് കൊട്ടയ വെക്കുവാണ്. ഇനി ബ്രിഞ്ചാൾ പറിക്കുന്നത് ദിയാണ്. ഓക്കെ, നമ്മുടെ ബ്രിഞ്ചാൾ ഇത് പറിക്കാം. ഈ ബ്രിഞ്ചാള് നമ്മൾ പറിക്കാൻ പോവാണ്. പറിക്കാൻ ഇത്തിരി ഹാർഡാണ് ഗൈസ്. ബ്രിഞ്ചാള് കിട്ടിപ്പോയി. ഇനി നമ്മൾ ഈ കൊട്ടയിൽ വെക്കുവാണ്. ഈ ബ്രിഞ്ചാൾ പറിക്കുവാണ്. ഇത് നല്ല രുചിയായിരിക്കും ഫ്രൈ ചെയ്താൽ. പക്ഷെ ഞങ്ങൾക്കത് പ്രത്യേകിച്ച് നമുക്ക് ബ്രിഞ്ചാൾ അധികം ഇഷ്ടമല്ല. എന്നാലും നമ്മൾ പറിച്ചെടുക്കുവാണ്. നമ്മുടെ അച്ഛന് അത് കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് നമ്മൾ ഇത് വീട്ടിൽ കൊണ്ടുപോകാൻ നല്ല വീട്ടിൽ കൊണ്ടുപോകുന്നു. ഇവിടെയും ഒരു ബ്രിഞ്ചാൾ ഇട്ടുണ്ട്. നമുക്ക് ഇതും കൂടി പറിക്കാവേ. അപ്പൊ ഗൈസ്, നമ്മൾ ഈ ബ്രിഞ്ചാൾ കൂട്ടാനെ പറിച്ചെടുക്കുവാണ്. കുറച്ച് പാടാണ് ഈ ബ്രിഞ്ചാളൊക്കെ ഞങ്ങൾക്ക്. അതെ, നമ്മളൊക്കെ പറിച്ച് ഇട്ടിട്ടുണ്ട്. ഇത് ഇവിടെ ഇങ്ങനെ ഇത്തിരി തെറ്റിപ്പോയാലും നമുക്ക് ബ്രിഞ്ചാള് കിട്ടിയല്ലോ ഗൈസ്. അമ്മ തയ്യൊക്കെ മുളച്ച് തന്നുവിടാന്നാണ് പറഞ്ഞേക്കണേ. ഞങ്ങൾക്ക് വീടും ഞങ്ങൾക്ക് ഗാർഡൻ ആക്കണം എന്നൊക്കെയുണ്ട്. അപ്പൊ ഞങ്ങളും അത് ചെയ്യുന്നതാണ്. അമ്മാമ്മക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അമ്മാമ്മ ഒരു എക്കോ ഫ്രണ്ട്ലി. ഇനി നമ്മൾ ചീരയാണ് പറിക്കാൻ പോകുന്നത്. ഇങ്ങനെയായിരിക്കും പറിക്കണ്ടേ. ഈ ഒരു ചീര കിട്ടിയിട്ടുണ്ട്. ഒരു ചീര കിട്ടിയിട്ടുണ്ട്. നല്ല രുചിയുള്ള ചീരയാ. അമ്മാമ്മയുടെ ചീര രുചിയാണോ? അമ്മാമ്മയുടെ ചീര അമ്മാമ്മ തന്നെ ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയാണ്. കുറച്ചും ചീരകളുടെ മേളം. ചീര. ഓക്കെ, നെക്സ്റ്റ് പറിക്കാം. ചീര പറിക്കണ ഭയങ്കര ഇഷ്ടപ്പെട്ടു. മാറി മാറി പറിച്ചില്ലെങ്കിൽ നമ്മൾ ഈ ചീര പറിക്കാൻ പോകണ കുറെ ചീരയുണ്ട്. പുറകിലും മുകളിലും തൈയൊക്കെ വീണപ്പോ കുറെ ചീര പുറകിലും അവിടെ ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ ചീരയാണ് ഇവിടുത്തെ മെയിൻ ലീഫി വെജിറ്റബിൾ. ചീര ഇവിടെ ഉണ്ടാക്കണ്ടേ. ചീര നമ്മൾ ഈ ചീരയും കൂടി പറിച്ചെടുക്കുവാണ്. നല്ല രുചിയുള്ള ചീര ആയിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. ഞാനത് കഴിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാവും. പക്ഷെ എനിക്ക് റെഡ് ചീരയോട് അധികം താല്പര്യമില്ല. ഇത് ചീരയാണ് എടുത്തോട്ടോ. വലിയ ചീര നമുക്ക് കിട്ടിയ ഒരു ട്രോഫി പോലെയാണ് നമുക്കിത് കിട്ടിയേക്കണേ. നല്ല രസമല്ല ചീര കണ്ടിട്ട്. ചീര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് പറിക്കാൻ. ഞങ്ങൾക്ക് ഇവിടെ നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം കൂടുതൽ പ്രകൃതി ഉള്ളതുകൊണ്ട് രാവിലെ നടക്കാൻ പോയാൽ മുത്തശ്ശിക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ചാമ്പക്ക ക്യാച്ച് ചെയ്യാനൊന്നും പറ്റില്ല സാധനമാണ്. അപ്പൊ നമുക്ക് അങ്ങനെ ചാമ്പക്ക കിട്ടി ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായുള്ള ഫ്രൂട്ടാണ് ചാമ്പക്ക. ഞാൻ ചാമ്പക്ക വീട്ടിലും കുറെ പറിച്ചു വെച്ചിട്ടുണ്ടായി. എന്നിട്ട് അടുത്തതായി നമ്മൾ നമ്മുടെ കുഞ്ഞു പെറ്റ്സിനെ കാണാൻ പോവാണ്. അമ്മാമ്മയ്ക്ക് പ്ലാന്റ്സ് അല്ലാതെ ആനിമൽസിനെയും ഇഷ്ടമാണ്. അതുകൊണ്ട് ഞങ്ങൾ അത് കാണിച്ചു തരാം. അപ്പൊ അമ്മാമ്മയ്ക്ക് പെറ്റായിട്ട് ആനിമലായിട്ട് ഒരു ബേർഡാണ് നോട്ട് ഫ്ലൈ. അത് ഫ്ലൈ ചെയ്യില്ല. അപ്പൊ ആ ഫ്ലൈ ചെയ്യാത്ത ബേർഡാണ് ഹെന്ന്. അപ്പൊ ഈ ഒരു കോഴിയാണ്. ഒരു കോഴിയുണ്ട്, ബാക്കിയുള്ളതെല്ലാം പോയി. ഒരു കറുത്ത ക്യൂട്ട് കോഴി ഇവിടെ ഇപ്പണ്ട്. ആ കറുപ്പായതുകൊണ്ട് കണ്ണും കറുപ്പാണ്. വെളുത്ത കോഴിക്ക് വെളുത്ത കണ്ണാണ്. പിന്നെ അല്ല, കോഴിക്ക് ഇറങ്ങാൻ പുതിയ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. ക്യൂട്ട് പപ്പായ കുട്ടന്മാരെ കാണിച്ചു തരാം ഗൈസ്. കം ഓൺ. ഇവിടെ ക്യൂട്ട് പപ്പായ കുട്ടന്മാരുണ്ടായിരുന്നിപ്പുണ്ട്. ഇത് ക്യൂട്ട് മരവുമാണ്. ക്യൂട്ട് പപ്പായ കുട്ടന്മാരും ഉണ്ടായിരുന്നുണ്ട്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ എനിക്ക് തിന്നാൻ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. പപ്പായ വെറുതെ തിന്നാൻ ഭയങ്കര. വെള്ളിനട്ട് വെച്ച് ഞാൻ പപ്പായ തിന്നിട്ടുള്ളത് ചിറ്റയുള്ളപ്പോഴാണ്. ഒരു ദിവസം നല്ല ടേസ്റ്റുള്ള പപ്പായ തിന്നിട്ടുള്ളത് ചിറ്റയുള്ളപ്പോഴാണ്. ചിറ്റയുടെ കൂടെ ഇരുന്നപ്പോൾ. അപ്പോൾ ഗൈസ്
ഞാൻ പറിച്ചല്ലോ. അപ്പൊ ഇവിടെ കറിവേപ്പില നിപ്പുണ്ട്. അത് നിങ്ങൾക്കൊരു സാധനം കൂടി കാണിച്ചു തരട്ടെ. ഇനി നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ചക്കയാണ്. അപ്പൊ നമുക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചക്ക പഴുത്ത ചക്ക നല്ല രുചിയാണ്. അപ്പൊ നമുക്ക് ഭയങ്കര ചക്കയൊക്കെ ഉണ്ടായിപ്പണ്ട്. അത് മുളച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. ചക്ക എപ്പോ വന്നാലും ചക്ക മുത്തശ്ശ ഇട്ടില്ല. അങ്ങനെ നിർബന്ധിച്ച് മുത്തശ്ശനെ കൊണ്ടുവന്ന് അവിടെ മോളില് ഒരു ചക്ക ഇടിപ്പിച്ചാണ് കേട്ടോ ഒരു ദിവസം. ഇതാണ് ഞങ്ങളുടെ മുത്തശ്ശൻ. ഒന്നുകൂടെ ഞങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. മുത്തശ്ശന്റെ പേര് രാജേന്ദ്രൻ എന്നാണ്. ഞങ്ങളുടെ അമ്മാമ്മയുടെ പേര് നിമ്മിന്നുമാണ്. ഇനി നമ്മൾ മുത്തശ്ശനെ കൊണ്ട് പപ്പായ ക്യാച്ച് ചെയ്യിപ്പിക്കാൻ പോവാണ്. മുത്തു നമുക്ക് പപ്പായ ക്യാച്ച് ചെയ്യണ്ട. മുത്തുവിനെ ഷോർട്ടാക്കി വിളിക്കാണ് മുത്തു എന്ന്. അപ്പൊ ഞങ്ങൾ മുത്തശ്ശൻ എന്നല്ലേ വിളിക്കാറ്. അപ്പൊ ഞങ്ങൾ മുത്തു എന്നാണ് ഷോർട്ടാക്കി വിളിക്കാറ്. അപ്പൊ നമുക്ക് പപ്പായ ക്യാച്ച് ചെയ്യാൻ കൊണ്ടുപോകാം. അവിടെയും പപ്പായ ഉണ്ട്. ക്യാച്ച് ചെയ്യണം പക്ഷേ മുത്തു പപ്പായ ക്യാച്ച് ചെയ്യുന്നൊക്കെയാണ് പറഞ്ഞത്. ഇവിടെ ഒരു വലിയ പപ്പായ നിപ്പുണ്ട്. നമുക്കത് നല്ല രുചിയോടെ കാണിച്ച് തിന്നേണ്ടതാ. അപ്പൊ നമ്മൾ ഈ പപ്പായ തിന്നതാണ് ഇന്ന്. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞായിരിക്കും തിന്നുക. നമ്മൾ ഇനി കുറച്ച് പേരൊക്കെ ഉണ്ട് കേട്ടോ. പേരൊക്കെ നല്ല ഇതാണ്. അപ്പൊ ഇതാണ് അമ്മമ്മയുടെ ലെമൺ ഓറഞ്ച്. എന്താണ് ക്യൂട്ട് ലെമൺസ് ഒക്കെ ഇങ്ങനെ പച്ച കളർ ഓറഞ്ച് പോലെ തന്നെ ഉണ്ടായിപ്പണ്ട്. നല്ല മണം കേട്ടോ ഈ ലീഫൊക്കെ മണത്ത. യെസ്. ഇനി നമുക്ക് പേരൊക്കെ പറിക്കാം. ഇവിടെയാണ് നമുക്ക് പേരൊക്കെ മരം നിൽപ്പേണ്ടത്. പിന്നെ നമുക്ക് ചാമ്പക്കയും പറിക്കണം. നമുക്ക് ഒരെണ്ണം കിട്ടുന്ന നമ്മള് ചമ്മന്തിയൊക്കെ ഇടിക്കാൻ ഉപയോഗിക്കും. ഇതൊരു ഔഷധഗുണമാണ്. ഇത് അതുകൊണ്ടാണ് അമ്മമ്മ ഇതൊക്കെ വളർത്തുന്നത്. അസ്ഥി സംബന്ധമായ അസുഖങ്ങൾക്ക് ഇത് നല്ലതാണ്. വളരെ ഗുണം ചെയ്യും. മനസ്സിലായോ? ഇതൊക്കെ ഇവിടെ കുറെ പൂക്കൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ ഇതുപോലത്തെ മുന്തിരി പേരൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇതും ഇവിടെ തന്നെയാണ് ഉണ്ടാകുന്നതല്ലേ. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള പേരൊക്കെയാണ്. നമുക്ക് അപ്പൊ ഗൈസ് നമുക്ക് കുറച്ച് മാൾബറിയും കൂടെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ മാൾബറി പറയുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അപ്പൊ നമ്മൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയ സംഭവങ്ങൾ. അപ്പൊ നമുക്കൊരു പഴുത്ത ഓറഞ്ച് പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ വിത്താണ് നമ്മൾ നടുമ്പോൾ പാവയ്ക്ക ഉണ്ടാണ്. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചിലവർക്ക് അറിയായിരിക്കും, ചിലവർക്ക് അറിയില്ലായിരിക്കും. അപ്പോൾ നമ്മൾ ഇത്ര സംഭവങ്ങൾ പറിച്ചെടുത്തു. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുകയാണ് ഗൈസ്. ബൈ ബൈ ബൈ.